എങ്ങനെയുണ്ടായിരുന്നു മൂവി? എന്നോട് ആലുമഴം കണ്ടു. നല്ല പടമാണോ? ഇഷ്ടപ്പെട്ടു. ഒരു കോമഡി ഫൺ ആ ഒരു ജോണറിൽ പോയിട്ട് കോമഡി പെർഫോമൻസസ് എങ്ങനെയുണ്ടായിരുന്നു മൂവി? പെർഫോമൻസ് നല്ലതാണ്. എല്ലാവരും നടി നടനൊക്കെ നന്നായിട്ടുണ്ട്. മീര ജാസ്മിന് കുറേ നാൾ കഴിഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ക്യാരക്ടർ, ഒരു പ്രായം തോന്നിക്കൊന്നുമില്ല, അടിപൊളിയായിട്ട് കാണാൻ രസമുണ്ട്. ഹിറ്റാവും അത്യാവശ്യം. ഏജ് ഡിഫറൻസ് ഉള്ള രണ്ടുപേർ തമ്മിലുള്ള ഒരു പ്രണയത്തെയാണ് കൂടുതൽ മൂവി കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ആയിട്ടുണ്ട്, നന്നായിട്ട് നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. നമുക്കൊരു 5 എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും? 5 ഒരു 4.2 വരെ കൊടുക്കണം. സൂപ്പർ പടമായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ചിരിക്കാൻ കുറച്ചുണ്ടായി. പടം അത്യാവശ്യം ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോങ്സ് അടിപൊളിയായിരുന്നു. ഏജ് ഡിഫറൻസ് ഉള്ള രണ്ടുപേര് തമ്മിലുള്ള ഒരു പ്രണയത്തെ കുറിച്ചാണല്ലോ പടം കാണുക. അപ്പോൾ എങ്ങനെ കണക്ട് ആയിരുന്നു? അത് അത്യാവശ്യം നല്ലൊരു കണക്റ്റിംഗ് ആയിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആയിരുന്നു. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. പിന്നെ മീര ജാസ്മിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വന്നത് കാണാൻ. നമുക്കൊരു 5 എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും? 5 ഒരു 3. അതെ. മൂവി പടം നല്ല പടമാണ്. നല്ല അഭിനയവും പിന്നെ മീര ജാസ്മിനെ അവരൊക്കെയുള്ള നല്ല പടമാണ്. മീര ജാസ്മിനെ കുറെ നാൾക്ക് ശേഷമുള്ള മീൻസ് ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടിയ ഒരു മൂവിയാന്ന് പറയാൻ പറ്റും നമുക്ക്. അതെ നല്ല മൂവിയാണ്. നല്ല അഭിനയമാണ്. പടം നല്ല ഇതായിട്ട് ആൾക്കാർക്ക് കുറവ് തിരക്ക് ഇന്ന് വന്നതിൻ്റെ ഒരു ഫസ്റ്റ് ഷോ ആയതിൻ്റെ ഒരു തിരക്ക് കുറവുണ്ട്. ആൾക്കാർക്ക് എത്തിയിട്ടില്ലല്ലോ. എത്തിക്കഴിയുമ്പോഴേക്കും ആൾക്കാർ വരാം. ഒരു ഫൺ കോമഡി ആ ഒരു ജോണറിൽ വന്ന് ഫുൾ എന്റർടൈനർ അങ്ങനെ ഒരു പടമായിരുന്നു. ഒരു കോമഡിയും ഒരു അത്യാവശ്യം നമുക്കിപ്പോൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഇപ്പോഴത്തെ യൂത്തിന് ചിന്തിക്കാനുള്ളൊരു കഥയും കൂടി ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പലരും ചെന്ന് പല ഇതിൽ പെടണ്ടല്ലോ. അതിങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാര്യം കൂടി അതിൽ കൊടുക്കുന്നുണ്ട്. ചെറുപ്പക്കാർക്കാണ് തോന്നുന്നു കൂടുതലും പടം റിലേറ്റ്. അതെ എല്ലാവർക്കും കാരണന്മാർക്കും കണ്ട് മനസ്സിലാക്കാൻ ചില ചെറുപ്പക്കാരുടെ ഒരു ഇപ്പോഴത്തെ ഒരു രീതി മനസ്സിലാക്കാൻ പഴയ ഈ ഫോണൊക്കെ ഉപയോഗിക്കാത്ത ജനറേഷനെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഈ പടം കണ്ടു കഴിഞ്ഞാൽ. ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ്. അപ്പൊ എല്ലാവർക്കും കണക്ട് ആവുമെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, അത് അത്യാവശ്യം മനസ്സിലാവുന്ന ഒരു കഥയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കോമഡി എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിരുന്നു. നന്നായിട്ടുണ്ട്. നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? നമുക്കൊരു എത്രയില് 5 നമുക്കൊരു 3.5 ഇപ്പൊ അല്ലെങ്കിൽ 4 എത്തിക്കാം നമുക്ക്. ചേട്ടൻ എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു മൂവി? നല്ല പടമായിരുന്നു. ചേട്ടൻ എങ്ങനെ 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഫാമിലിക്ക് വന്നിട്ട് കാണാൻ പറ്റിയ ഒരു ഏജ് ഡിഫറൻസ് ഉള്ളവരെ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു കപ്പിൾ സ്റ്റോറി അങ്ങനെയൊക്കെ പറയാമല്ലോ. അപ്പൊ എല്ലാവർക്കും കണക്ട് ആവുമെന്ന് തോന്നിയ മൂവി? എല്ലാവർക്കും യൂത്തിനൊക്കെ ഇഷ്ടമാണ്. കോമഡി എലമെന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 ഒരു 4 കൊടുക്കാം. ചേച്ചി എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു. ഒരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? 4 ഉണ്ടായിരുന്നു പോയി കണ്ടപ്പോ? ഇല്ല, എന്റെ ഒരു ഫ്രണ്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞിട്ടാണ്. റാൻഡായിട്ട് പോയി കണ്ടതാണോ? റാൻഡായിട്ട് പോയി കണ്ടതാണോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട മൂവി? നല്ല പടമാണ്. കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഒരു ഫൺ ആ ഒരു മൂഡിൽ എല്ലാം ഒരു ഫാമിലി മൂവിയാണ്. ഫണ്ണും ഉണ്ട്, എല്ലാം കണ്ടിരിക്കാം. നല്ല പടം. ഒരു ഏജ് ഡിഫറൻസ് ഉള്ള രണ്ട് പേര് തമ്മിലുള്ള ഒരു പ്രണയത്തെ കുറിച്ചുള്ള മൂവി കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ കണക്ട് ആവുമെന്ന് തോന്നി എല്ലാവർക്കും? കണക്ട് ആവുന്നുണ്ട് എന്റെ അഭിപ്രായം. എനിക്കറിയത്തില്ല ബാക്കിയുള്ളവരുടെ. ഞങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഞങ്ങൾ 3 പേര് സംസാരിച്ചപ്പോ അമ്മയ്ക്ക് അതിൽ ഇഷ്ടപ്പെട്ടു. നമുക്കൊരു 5 ഇഷ്ടപ്പെട്ടോ? നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 4 കൊടുക്കാം. ചേച്ചിക്കോ? 4 കൊടുക്കാം.